ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. എന്തായിരുന്നോ പറഞ്ഞത്? എനിക്കറിയാം. ഇപ്പോഴാണ് റിയാസ് പറഞ്ഞത് എന്താണ്, ED അന്വേഷണം ഞങ്ങൾ നേരിടുന്ന അറിയാൻ എന്തോ ഔദാര്യമായിട്ടത്. തീർച്ചയായിട്ടും അവർ ചെയ്ത പാപത്തിൻ്റെ ശമ്പളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ട്രക്ചറിനകത്ത് ഒരു 60% ഗവൺമെൻറ് സ്ട്രക്ചറാണ്. നിങ്ങൾ നേരത്തെ ചോദിച്ചത് ഉദ്യോഗസ്ഥന്മാരെന്നാണ്. ഒരു 60%, 40% ഇതിനെ വലയം ചെയ്തിരിക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ വിങ്ങാണ്. അത് 1-2 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന പൊളിറ്റിക്കൽ വിങ് ആളുകളാണ്. ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ കൃത്യമായിട്ട് ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഈ മന്ത്രിമാരുടെ ഈ ഓഞ്ഞ പ്രസംഗം കേട്ടാൽ ഇരിക്കരുത്. നിങ്ങൾക്ക് പണി ഉണ്ടെങ്കിൽ ആ പണി എടുത്തോളുക. അല്ലാതെ കേരളത്തിൽ ഈ ഹരിതകർമ്മസേനയും ഈ കുടുംബശ്രീ ഉണ്ടാക്കിയത് മന്ത്രിമാരുടെ ഓഞ്ഞ പ്രസംഗം 10 കൊല്ലാതാണ്. ഈ സാധുക്കൾ ആവിട്ട് ഇങ്ങനെ കുത്തിർക്കും. നിർബന്ധപൂർവ്വം പഞ്ചായത്തുകൾ കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. മുന്നോട്ട് പോവുകയാണെങ്കിൽ താങ്കൾ പലതവണ അവരൊക്കെ അതിൽ പ്രതികളാവും അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഞാൻ വേട്ടയാടപ്പെട്ടതിൻ്റെ ബേസ് അതാണ്. വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ബേസും അതാണ്. കേരള നിയമസഭയിൽ ആദ്യമായിട്ട് വീണക്കെതിരെ സംസാരിച്ച ഒരാളാണ് ഞാൻ. എന്തായിരുന്നോ പറഞ്ഞത്? എനിക്കറിയാം. ഇപ്പോഴാണ് റിയാസ് പറഞ്ഞത് എന്താണ്, ED അന്വേഷണം ഞങ്ങൾ നേരിടുന്ന അറിയാൻ എന്തോ ഔദാര്യമായിട്ടത്. എന്തായാലും നേരിടേണ്ടി വരും. വിടാൻ പോണില്ല. അന്വേഷണം നടക്കട്ടെ. എന്തായിരുന്നോ ഞാൻ പറഞ്ഞത്? പിണറായി വിജയൻ, മകൾ, കുടുംബം, അതാണ് വാർത്ത. നിങ്ങളൊക്കെ അത് കൊടുക്കുന്നു എന്നുള്ളതിൽ, അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ആ വാർത്തക്ക് പകരം ഈ ചൊറിയൻ വാർത്തകൾ കൊണ്ടുവന്നിട്ട് അതിനെ മറക്കാനാണ്. EDയും കേരളത്തിലെ CPM തമ്മിലുള്ള ബന്ധമാണ് ജനൻ TVയും കൈരളിയും തമ്മിലുള്ള ബന്ധം. ഏകദേശം ഒരേ ധാരണയാണ്. ഒറ്റ സാറ്റലൈറ്റിൽ നിന്ന് പുറപ്പെടുന്ന 2 ചാനലുകളാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണത്. ആ വാർത്ത അവിടേക്ക് തന്നെ എത്തുന്നു. തീർച്ചയായിട്ടും അവർ ചെയ്ത പാപത്തിൻ്റെ ശമ്പളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ എന്തായിരുന്നു അത്? അതായത് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് മന്ത്രി ബന്ധുവിനെ ബ്ലോക്ക് പഞ്ചായത്ത് നീക്കണം. അതിൽ മണ്ഡലം കമ്മിറ്റിക്ക് അമർഷമുണ്ട്. അതിലൊരു പ്രമേയം അവർ പാസ്സാക്കും. യോഗത്തിൽ പ്രശ്നം ഉണ്ടാകും. എന്താണ് ഈ മേഖലയിൽ MLA എന്ന നിലയിൽ കൂടി അതൊന്നുമല്ല. അങ്ങനെ പൊളിറ്റിക്കൽ വാർത്തകളാണ്. അതിനകത്ത് എന്താണെന്നുള്ള പാർട്ടിയുടെ വിപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. നല്ലട്ടെ. അങ്ങനെ മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എളാപ്പൻ്റെ മോനാണ്. അനുജൻ ജ്യേഷ്ഠൻ്റെ മോനാണ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെ ഒരു തർക്കം ആ തരത്തിൽ ബന്ധുന്നൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിക്കണില്ല. അന്വേഷിച്ചു നോക്കാം. എവിടുന്ന അല്ല, അത് അങ്ങനെ വരുന്നൊരു വാർത്തയിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഷഫ്ലിംഗ് കുറേ സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഭരണം വന്നുകൊണ്ട് കൂടത്തെ MLA പാർട്ടി പദവികൾ വഹിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫ്ലിംഗൊക്കെ നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരല്ല ബ്രദർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരല്ല. നിങ്ങൾക്കിത് അറിയാത്തത് എന്താ വെച്ചാൽ LSTD ഡിപ്പാർട്ട്മെന്റിനകത്ത് ഇവർ കുറേ ഏജൻസികൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ കിലയിലെ ഫാക്കൽറ്റി ഈസ് നോട്ട് എ ഗവൺമെന്റ് എംപ്ലോയി. അയാൾ ഗവൺമെന്റ് എംപ്ലോയി അല്ല. ഇവർ കൂടിയിട്ട് ആളെ തീരുമാനിക്കുക. ക്ലീൻ കേരള ഒരു കമ്പനിയാണ്. ദാറ്റ് ഇസ് നോട്ട് എ ഗവൺമെന്റ് സിസ്റ്റത്തിൻ്റെ പാർട്ട് ഓഫ് സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. അവർക്ക് എത്ര വണ്ടികളുണ്ടെന്ന് അറിയാം? നിങ്ങൾ എത്ര വണ്ടികൾ ഓടുന്ന അറിയും? വീട്ടിൽ നിന്ന് ടൗണിൽ പർച്ചേസ് ചെയ്ത് മാത്രം തിരിച്ചു പോകുന്ന ഇന്നോവ കാർ ഉപയോഗിക്കുന്ന ഒരു 50-ലധികം ആളുകൾ കേരളത്തിൽ ഇങ്ങനെ വെച്ചവരുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ PSC എഴുതി പരീക്ഷ എഴുതി ഗവൺമെൻറ് സർവീസിൽ വന്നിരിക്കുന്നവർ, അവരുടെ എഫിഷ്യൻസിയും ഇൻഎഫിഷ്യൻസും ഒക്കെ വേറെ കാര്യമാണ്. ഇതൊന്നുമല്ല. ഇത് CPMൻ്റെ കൈരളി ചാനലിലടക്കം പോയി പണിയെടുക്കുന്നവൻ ശമ്പളം പറ്റുന്നത് ഇവിടെ നിന്നാണ്. സർക്കാരിൻ്റെ ശമ്പളമാണ്. അത് നിങ്ങൾക്ക് അതിശയം ഉണ്ടാവും. നിങ്ങൾ പത്രക്കാർ വാങ്ങുന്ന ശമ്പളത്തെക്കുറിച്ചൊക്കെ എനിക്ക് മിനിമം ധാരണയുണ്ട്. IAS ഓഫീസർമാർ വാങ്ങുന്നതിനേക്കാൾ ശമ്പളം വാങ്ങുന്ന ഈ തരം അട്ടകളുണ്ട്. അത് ഞാൻ തൊട്ടതാണ് പ്രശ്നം. പലരും എന്താ വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഭയപ്പെട്ടിട്ട് നിർത്തും. അപ്പോൾ കൈരളി ഈ ജാതി പച്ചക്കള്ളം പറയും, അപ്പോൾ പേടിക്കും. കൂടത്തിൽ ജനവും നിൽക്കും, അപ്പം ബേജാറാവും. എന്നിട്ട് ഒരു മന്ത്രി ഇമേജ് പോയി കളയല്ലോ. എനിക്ക് ആ ജാതി ഒരു ഇമേജ് കോൺഷ്യസും ഇല്ല. ഞാനത് പിടിക്കുകയും ചെയ്യും, പിടിച്ച് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ ആളുകളെ പുറത്താക്കും. ഞാൻ പറയുന്നത് പുതിയ ആളെ കൊണ്ടുവരുന്നല്ല കേട്ടോ. കാരണം ഇതിൽ ഒഴിവാക്കേണ്ട കുറേ ആളുകളുണ്ട്. അവരെന്നിട്ടാണ് പോസ്റ്ററിനെ ഡെമോളിഷ് ചെയ്യേണ്ടതുണ്ട്. എന്നുവെച്ചാൽ അവിടെ പുതിയ ആളുകളെ കൊണ്ടുവന്നാൽ ഒരു നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ആവശ്യമുള്ളിടത്തൊക്കെ കൊണ്ടുവരും.
ആവശ്യമുള്ളിടത്ത് ഒക്കെ കൊണ്ടുവരും. ഞാൻ പ്ലെയിൻ കേരള കമ്പനിയുടെ മെനഞ്ഞാനത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ബോർഡ് മീറ്റിംഗ്. ആ ബോർഡ് മീറ്റിങ്ങിൽ 12-14 പേരുള്ളപ്പോൾ ഞാൻ പറഞ്ഞു 10 വർഷം ഇരുന്ന ആൾ, 10 വർഷം ഇങ്ങനെ സ്ഥിരം കൂട്ടി കൊടുക്കുന്ന ആൾ. ഞാൻ പറഞ്ഞു അവിടെ നിർത്തിയേക്ക്, ഇനി സാധാരണ പുതിയ ആളെടുക്കുന്ന പ്രോസസ്സിൽ ഇൻ്റർവ്യൂ നടത്തിയിട്ട് എടുക്കണം, അങ്ങനെ നടത്തിക്കോട്ടെ. ഇവർ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. പുതിയ റേഞ്ചുള്ള കപ്പാസിറ്റിയുള്ള ആളുകൾ വരട്ടെ. ഈ കിലയിലെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, നമ്മൾ അവിടെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നാണ് ഞങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അവിടെ ഒരു പക്ഷേ ക്യാമ്പസ് തുടങ്ങിയിട്ടുണ്ട്. ആ ക്യാമ്പസിനകത്തൊക്കെ 30 പേരുടെ കോഴ്സിനകത്ത് പോലും 7 പേര് 8 പേര് 10 പേരൊക്കെയാണ് ഉള്ളത്. നമുക്കതിപ്പോൾ അതിൻ്റെ മുമ്പിലൊരു 9 ഏക്കർ സ്ഥലം എടുത്ത് അതൊരു നല്ല ഇൻ്റർനാഷണൽ ക്യാമ്പസ് തലത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ക്യാമ്പസിലേക്ക് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ലൈനിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ് കിലയിൽ ആലോചിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കിലയിലെ ചെറിയ പരിഷ്കരണങ്ങൾ പിന്നെ അവിടെ പരിശോധിക്കുന്നുണ്ട്. നല്ല കോഴ്സുകളാണ് കിലയിൽ ഇപ്പോൾ ഉള്ള കോഴ്സുകൾ, വളരെ നല്ല കോഴ്സാണ്. പിന്നെ പുതിയ കാലത്തിന് ഒരു പക്ഷേ നമ്മളുടെ ഒരു പുതിയ മാനേജ്മെൻറ്റ് സ്കില്ലിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള നല്ല കോഴ്സാണ്. കുട്ടികൾക്ക് ആ അവയർ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ പഞ്ചായത്തുകളിലടക്കം ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ കൊണ്ടിട്ട് നല്ല കുട്ടികളെ ഈ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതെ കിലയുടെ വലിയ റിസോഴ്സ് ഉണ്ട്. അട്ടപ്പാടിയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുണ്ടെങ്കിൽ പോയി നോക്കണം. ഇത് സംഭവിക്കണത് എന്താണെന്ന് വെച്ചാൽ നിരവധി ഏജൻസികൾ, ശരിക്കും LSD ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, അതിനകത്ത് കയറി നോക്കിയാൽ കാണുന്ന ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചറിനകത്ത് ഒരു 60% ഗവൺമെൻറ് സ്ട്രക്ചറാണ്. നിങ്ങൾ നേരത്തെ ചോദിച്ചു ഉദ്യോഗസ്ഥന്മാരെന്നാണ്. ഒരു 60%, 40% ഇതിനെ വലയം ചെയ്തിരിക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ വിങ്ങാണ്. അത് 1-2 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന പൊളിറ്റിക്കൽ വിങ് ആളുകളാണ്. ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നിരവധി ഓരോ ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ എന്തു കാണിക്കാമെന്ന് വിചാരിക്കുന്ന തരത്തിലാണ് ഇത് പറയുന്ന എന്നെക്കുറിച്ചുള്ള ആക്ഷേപം. ഞാൻ പറഞ്ഞു, ഒരു വാർത്ത വളച്ചൊടിക്കുന്നതിൽ ചിലപ്പോൾ ജേർണലിസത്തിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ടാവും. അത് എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയെന്ന് പറയാം. ഒരു വാർത്ത പോലും ഇല്ലാത്തത് എന്തിനുണ്ടാക്കിയത് ഞാൻ നിങ്ങളെ ആലോചിക്കുക. മിനിമം ഒരാൾ കാർപ്പറ്റ് എന്നെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു വാർത്ത ഉണ്ടായിട്ടില്ല. ഞാൻ അവിടെ ചെന്നിറങ്ങുന്നു, MLA കൂട്ടി നേരെ പോകുന്നു. അവിടെ ചെന്ന് പരിപാടി റൈറ്റ് ടൈമിൽ എന്നിട്ട് MLA പറയണു റൈറ്റ് ടൈമിൽ വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര കൈയടിക്കണു. എന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ നമ്മളോട് ഭയങ്കര, ഞാൻ അവിടെ കൃത്യമായിട്ട് ആ ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഈ മന്ത്രിമാരുടെ ഈ ഓഞ്ഞ പ്രസംഗം കേട്ടാൽ ഇരിക്കരുത്. നിങ്ങൾക്ക് പണി ഉണ്ടെങ്കിൽ ആ പണി എടുത്തോളുക. അല്ലാതെ ഈ കേരളത്തിൽ ഈ ഹരിതകർമ്മസേനയും ഈ കുടുംബശ്രീയും ഉണ്ടാക്കിയത് മന്ത്രിമാരുടെ ഓഞ്ഞ പ്രസംഗം 10 കൊല്ലാതാണ്. ഈ സാധുക്കൾ ആവിട്ട് ഇങ്ങനെ കുത്തിർക്കും. നിർബന്ധപൂർവ്വം പഞ്ചായത്തുകൾ കൊണ്ടേ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ പത്രക്കാർ കണ്ടിട്ടില്ല, എല്ലാത്തിലും കുടുംബശ്രീയാണ് മന്ത്രിമാരുടെ പരിപാടി വിജയിപ്പിക്കുക. ഇവരെ കൊണ്ടേ ഇരുത്തും. ഈ സാധുക്കളെ ഇവർ അതിനുവേണ്ടി ഉപയോഗിച്ചു. അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാണ് പ്രശ്നം. എൻ്റെ പരിപാടികൾ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിർബന്ധപൂർവ്വം ആരും വരണ്ട. പഞ്ചായത്ത് നിർബന്ധിച്ചാൽ അതിനെതിരെ നടപടി ഉണ്ടാവും ഞാൻ പറഞ്ഞു. ഞാനിപ്പോഴും ആവർത്തിക്കുകയാണ്. അതിനാണ് ഈ കഥ ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞ ലേഖകൻ എൻ്റെ അടുത്ത് വന്നിട്ട് ആവശ്യപ്പെട്ടത് ഇതിനേക്കാൾ മോശപ്പെട്ടൊരു കാര്യമാണ്. ഈ ഷാജഹാൻ തന്നെ പരിചയപ്പെടുത്തി ചുവന്ന കുപ്പായ ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു വേറൊരു കാര്യം. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്, നീ വാർത്ത കൊടുക്കുക, നീ തൻ്റെ പണി നോക്കുക പറഞ്ഞു. അത് പറയാം, ആവശ്യം മോശമാണ്.